3 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചത്, ഒരു മുഴുവൻ വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, 5 പച്ചമുളക് നല്ല വൃത്തി ചതച്ചത്, ഒരു മുഴുവൻ നാരങ്ങ, ഒരു കവറ് മസാലക്കൂട്ട്, പിന്നെ 5 സവാള ചെറുതായി അരിഞ്ഞത്, 1/4 കിലോ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. ഇതൊരു ചീനച്ചട്ടിയിലോ ഒരു പാത്രത്തിലോ ഒരു 1/4 കപ്പ് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലോട്ട് ഈ അരിഞ്ഞു വെച്ച സവാളയും ചെറിയ ഉള്ളിയും തട്ടി 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് ഒരു കൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇടാനുള്ള കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഒരു കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, അത്യാവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. 3/4 പരുവം മാത്രം വേവിച്ചാൽ മതി. ബാക്കി നമുക്ക് ഇതിൻ്റെ ചിക്കൻ്റെ കൂടെ ഇട്ട് വേവിക്കാം. ഇത് മസാലക്കൂട്ട് പൊട്ടിച്ച് ഒരു മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത്. വഴറ്റിയ ഉള്ളിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 4-5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് കായപ്പൊടി തട്ടി കൊടുക്കുക. ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് വീതം ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ബാക്കി ചിക്കനും കൂടെ ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. കാരണം ചിക്കനൊക്കെ വേവാനുള്ള വെള്ളം ഇതിലില്ല. അപ്പോൾ കുറച്ച് പാത്രത്തിൽ ഒരു അരപ്പാത്രം അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലോട്ട് ഒരു മുഴുവൻ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം.
ഒരുവിധം വെന്ത് കഴിയുമ്പോൾ ഇതിനെ കോരി മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ അടുത്ത കപ്പ നമുക്ക് തട്ടി കൊടുക്കാം. കുറച്ച് വീതം ചിക്കൻ തട്ടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം, നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കപ്പ ബിരിയാണി ഏകദേശം റെഡിയായി. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് സെറ്റ് ചെയ്യാം. ഇനി വിളമ്പാൻ തയ്യാറായി.